ഹലോ ഗേസ്, ഞാൻ ഇപ്പോൾ ഒരു ഫുഡിൻ്റെയാണ്. നമ്മളൊരു കപ്പയും കൊണ്ട് ഒരു പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കുകയാണ്. അതിന് വെറുതെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ആക്കും. ഞാൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ പീസ് മേടിച്ചിട്ട് ഗ്രീൻ പീസ് ഇതേപോലെ നമ്മൾ വേവിച്ചെടുക്കും. എന്നിട്ടാണ് നമുക്ക് പാനിപ്പൂരിൻ്റെ മസാല റെഡിയാക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഈ കപ്പയും ഗ്രീൻ പീസും വേവിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിത്തല ഇട്ടിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കാം, നൈസാക്കിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിത്തല, മറ്റേ പുതിനേൻ്റെ ഇല, ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. അതേപോലെ ചാറ്റ് മസാല മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയും ഇതിലും നമ്മളെ മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ജ്യൂസ് ടൈപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അതുകൂടി ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ തന്നെ പുളിവെള്ളം നമ്മൾ അസലായിട്ട് നമ്മൾ കുതിർത്തിട്ട് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിനി മിക്സ് ചെയ്യണം. ഈ പുളിവെള്ളം അതിലേക്ക് നമ്മൾ ജ്യൂസാക്കി വെച്ച മല്ലീൻ്റെ ഇല, പൊടിയുടെ എല്ലാം നല്ല ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്തു നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. പോരാത്ത വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അത് നമുക്കവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഈ പാനി റെഡിയായിട്ടുണ്ട്, പാനിപ്പൂരിൻ്റെ പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമ്മൾ മല്ലീൻ്റെ തലയും പുതിനേൻ്റെ ഇലയും ഇവിടെ കട്ട് ചെയ്ത് വെച്ച് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാം. ചാറ്റ് മസാല ഇട്ടില്ല, ചാറ്റ് മസാലയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച സവോളയുണ്ട്, അതും കുറച്ച് മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളത്തിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കി കട്ട് ചെയ്ത സവോളയില്ലേ, അത് നമുക്ക് പൂരി ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് മിക്സ് ചെയ്യാനാണ്. മസാല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അതിലേക്ക് മുകളിൽ വിതറിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഉള്ളി കേട്ടോ. ഓക്കെ, പാനിപ്പൂരി റെഡിമേഡ് വാങ്ങിയതാട്ടോ ഓൺലൈനിൽ നിന്ന്. അത് നമുക്ക് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ എണ്ണയിട്ടാൽ തന്നെ ബോൾ പോലെ ആയി വരും. പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഓട്ടയാക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്ത ശേഷം നമ്മളിവിടെ കലക്കി വെച്ച പുളിവെള്ളവും ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച മസാല വെള്ളം ഇത് ചേർക്കാം. നിറച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പറാണ് കേട്ടോ. പാനിപ്പൂരി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. കപ്പയും കൂടി ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.